എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, I am very happy to be here today. ഇന്ന് ഇവിടെ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. All the UDF leaders who are with me here, I welcome them all here as well. ഇവിടെയുള്ള എല്ലാ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെയും ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. So I am here today and I was traveling yesterday also just to say thank you to you. ഇന്നിവിടെ വന്നതും ഇന്നലെ ഞാൻ ഇവിടെ യാത്ര ചെയ്തതും മുഴുവൻ നിങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ്. So very very big thank you from my heart for all the love you are giving me, for your affection, for your support and for making me your member of parliament. നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും നിങ്ങളുടെ എല്ലാ ഇഷ്ടത്തിനും നിങ്ങളുടെ പിന്തുണയ്ക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജനപ്രതിനിധിയായി എന്നെ തെരഞ്ഞെടുത്തതിനും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു വലിയ വലിയ നന്ദി ഞാൻ പറയുകയാണ്. I also thank my brother Rahul Gandhi ji for all the work he did and more than anything for the bond he has formed with all of you of love and of affection which I have inherited in a way from him. ഞാൻ എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിജിയെ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെതും അദ്ദേഹത്തിൽ നിന്ന് പാരമ്പര്യമായി ഞാൻ എടുക്കുന്ന ആ ബന്ധത്തിൻ്റെ പേരിലും ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. I know that the support and trust you give me is because you support him, you love him, and you have given him strength and courage through his journey in the last 5 years. നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹവും നിങ്ങൾ എനിക്ക് നൽകുന്ന വിശ്വാസവും എൻ്റെ സഹോദരനോട് നിങ്ങൾക്കുള്ള വിശ്വാസവും സ്നേഹവും അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ നിങ്ങൾ അദ്ദേഹത്തിന് നൽകിയ ധൈര്യവും കരുത്തും കാരണവുമാണെന്ന് എനിക്കറിയാം. Rahul and I, the whole Congress party, all the UDF leaders, workers, all of us are fighting a very big battle today. രാഹുൽ ഗാന്ധിയും ഞാനും അതുപോലെ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളും പ്രവർത്തകരും ഐക്യജനാധിപത്യ മുന്നണിയിലെ നേതാക്കളും പ്രവർത്തകരും ഇന്നൊരു വലിയ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. We are fighting against a force that is doing everything possible to undermine our democracy. നമ്മുടെ ജനാധിപത്യത്തെ കുറച്ച് കാണിക്കാനായി തകർക്കാൻ വേണ്ടി എല്ലാ വിധത്തിലും ശ്രമിക്കുന്ന ഒരു ശക്തിക്കെതിരെയാണ് നമ്മൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. A force that is weakening our constitution as much as it can. അതിന് കഴിയാവുന്നത്രയും നമ്മുടെ ഭരണഘടനയെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തിക്കെതിരെയാണ് നമ്മൾ പോരാടുന്നത്. A force that stands for a politics of division, of creating separation between you. ജനങ്ങൾക്കിടയിൽ വിഭാഗീയത അകൽച്ച സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയത്തിനെതിരെ ഒരു ശക്തിക്കെതിരെയാണ് നമ്മൾ പോരാടുന്നത്. In a way today once again we are fighting for all those things that our ancestors Mahatma Gandhi ji, Jawaharlal Nehru ji and all your ancestors who participated in the freedom movement fought for. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി ജവഹർലാൽ നെഹ്റുജിയും മഹാത്മാഗാന്ധിജിയെ പോലെ നമ്മുടെ പൂർവ്വ പിതാമഹന്മാർ അതുപോലെ നിങ്ങളുടെ മുൻഗാമികൾ എന്തിനു വേണ്ടിയാണോ പോരാടിയത് ആ മൂല്യങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ വീണ്ടും പടപൊരുതുകയാണ്. We believe deeply in the equality of every single citizen of India. ഇന്ത്യ എന്ന രാജ്യത്തെ ഓരോ പൗരന്റെയും തുല്യതയിൽ ഞങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുന്നു. We believe that power should be in your hands. ഞങ്ങൾ വിശ്വസിക്കുന്നത് അധികാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ജനങ്ങളുടെ കയ്യിലായിരിക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. We believe that the constitution has given you the right to demand, the right to deserve every facility and to have a progressive and strong future. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പുരോഗമനാത്മകമായ ശക്തമായ ഒരു ഭാവി ഉണ്ടാക്കാനുള്ള അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. And we believe that in a democracy nothing is above the will of the people. ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഇഷ്ടത്തിനുപരിയായി മറ്റൊന്നുമില്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. So I thank you also for recognizing this fight and for standing shoulder to shoulder with us in this battle for a democratic and strong nation.
ജനാധിപത്യ സ്വഭാവമുള്ള ശക്തമായ ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടം തിരിച്ചറിയുന്നതിനും ഈ പോരാട്ടത്തിൽ ഞങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതിനും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുകയാണ്. Now today is also almost exactly 4 months since the terrible tragedy of the landslide. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായ ആ വലിയ ദുരന്തത്തിന്റെ ഏകദേശം 4 മാസങ്ങളായ ദിവസമാണ്. So as we all stand here and we remember what happened 4 months ago when I came here with my brother and met the victims of that landslide. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് 4 മാസങ്ങൾക്ക് മുമ്പ് അവിടെ എന്താണ് നടന്നതെന്ന് ഓർക്കുകയാണ്. ഞാൻ എൻ്റെ സഹോദരനോടൊപ്പം വന്ന് അന്ന് ദുരന്ത ബാധിതരായവരെ അതിജീവിച്ചവരെ കണ്ടത് ഞാൻ ഓർക്കുകയാണ്. And we all saw the terrible devastation, the immense pain and suffering that people were going through. അവിടെ ഉണ്ടായ വിനാശം നാശം നമ്മൾ കണ്ടു. അവിടുത്തെ ജനങ്ങൾ കടന്നുപോയ അതിരില്ലാത്ത വേദനയും കഷ്ടപ്പാടും എന്താണെന്ന് നമ്മൾ കണ്ടു. It is an even greater responsibility for us today, 4 months later, to press for rehabilitation, to press for them to get what they deserve so that they can rebuild their lives and start building once again over that devastation that took place. ഇത്രയും അതിവിനാശമുണ്ടായ ഒരു സ്ഥലത്ത് അവിടെയുള്ള ആളുകൾക്ക് അവരുടെ പുനരധിവസിപ്പിക്കുന്നതിന് അവർക്ക് വേണ്ടത് അവർ അർഹിക്കുന്നത് കിട്ടി അവരുടെ ജീവിതം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക, അവർക്ക് വേണ്ടി എന്താണോ ചെയ്യാൻ സാധിക്കുക അത് ചെയ്യുക എന്നുള്ളത് ഇന്ന് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. And it is very sad for all of us to see that politics should be played even in these circumstances. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ആളുകൾ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് കാണാൻ നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. When citizens of a country, of a state, even what we saw over here, when ordinary people can rise above differences, can help and have compassion and have kindness and show humanity at a time like that, politics should reflect that sense of humanity. Politics, governments, people who are in power should recognize that a great tragedy has taken place and not play politics with it. സാധാരണക്കാരായ മനുഷ്യർ, ഒരു സമൂഹത്തിലെ ആളുകൾ, ഈ രാജ്യത്തെ പൗരർ, അവരെല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി ഇങ്ങനെ ഒരു ദുരിതം അവിടെ ദുരന്തമുണ്ടായപ്പോൾ ഒരുമിച്ച് നിന്നപ്പോൾ അത് രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കണം. ഈ സമയത്ത് രാഷ്ട്രീയമല്ല കളിക്കേണ്ടത്, എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി അവരെ സഹായിക്കലാണെന്നുള്ളത് ആ മൂല്യം രാഷ്ട്രീയത്തിലും ഉണ്ടാവണം. I personally also visited people who were suffering from very similar circumstances in Himachal Pradesh about a year and a half ago. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ ഞാൻ ഹിമാചൽ പ്രദേശിലും സന്ദർശിക്കുകയുണ്ടായി. And there also I saw that because there was a Congress government in the state, the center was not sending the funds to rehabilitate those who had suffered. അവിടെ ഞാൻ കണ്ടത്, അവിടെ ആ സംസ്ഥാനം ഭരിച്ചിരുന്നത് ഒരു കോൺഗ്രസ് ഗവൺമെന്റ് ആയതുകൊണ്ട് ആ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് അവിടെയും നൽകിയില്ല. Here also both the state government and the central government are dragging their feet and not doing what is required to help the victims. ഇവിടെയും നമ്മുടെ വയനാട്ടിലും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇവിടുത്തെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നില്ല എന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. So this becomes another reason for us all to reflect and to understand that the kind of governance and politics we want in our country is one that does not discriminate. അതുകൊണ്ട് ഈ സാഹചര്യം വരുമ്പോഴും നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം, പ്രതിഫലിക്കണം. നമ്മുടെ രാജ്യത്തുണ്ടാവേണ്ട ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാജ്യത്തുണ്ടാകേണ്ട ഭരണ സംവിധാനം എന്ന് പറയുന്നത് ആളുകളെ വിവേചിക്കുന്ന ഒന്നാവരുത് എന്ന് നമ്മൾ ചിന്തിക്കണം. Over the period of my campaign here, I met many of you. I met farmers, shopkeepers, businessmen. I met women who work in Manrega in the fields, in tea gardens, in coffee estates. I met many of you and tried to understand slowly what problems you face in your daily lives. ഇവിടെ പ്രചരണം നടക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേരെ കണ്ടു. കർഷകരെ കണ്ടു, കച്ചവടക്കാരെ കണ്ടു, ബിസിനസ് നടത്തുന്നവരെ കണ്ടു, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെ കണ്ടു, തേയിലത്തോട്ടങ്ങൾ പണിയെടുക്കുന്നവരെ കണ്ടു. അവരിൽ നിന്നൊക്കെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ പതിയെ മനസ്സിലാക്കുകയാണ്. I intend to work hard to try and resolve the long-standing problems that you have had.
നിങ്ങൾക്ക് വളരെ നാളുകളായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എനിക്ക് കഠിനമായി പ്രയത്നിക്കേണ്ടതുണ്ട്. I heard from the farmers how much destruction is being caused by the man-animal conflict. വന്യജീവി സംഘർഷം മൂലം എത്രമാത്രം നാശമാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ കർഷകരിൽ നിന്ന് കേട്ടു. And I heard almost from everybody how important the night ban issue is and how important it is for you to have access to health services, to educational services, especially in the tribal areas. നിങ്ങളിൽ നിന്ന് രാത്രി യാത്രാ നിരോധനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി. അതുപോലെ പ്രത്യേകിച്ചും ആദിവാസി മേഖലകളിൽ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. But this is just the beginning of my journey. പക്ഷേ ഇതെന്ന് പറയുന്നത് എൻ്റെ യാത്രയുടെ ഒരു തുടക്കം മാത്രമാണ്. And as I journey together with you, I will come to you, I will meet you, and I will understand in much greater depth the lives that you are living and the problems that you are facing. പക്ഷേ ഈ യാത്ര നമ്മൾ തുടർന്നു കൊണ്ടുപോകുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളിൽ നിന്ന് നേരിട്ട് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയുള്ള ജീവിതമാണ് എന്ന് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഞാൻ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കും. I want to assure each and every one of you, each and every one who is standing here today, each one who waited for me during the campaign, who stood outside their houses with flowers, who were standing on the streets waving to me as I passed, who waited till late at night to see me and came out, left their work to stand there to receive me and to give me your love and your affection. I want to assure each one of you that each one of you is a responsibility I consider mine. ഞാൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോടും പ്രചരണ കാലത്ത് എന്നെ കാത്തു നിൽക്കാൻ വേണ്ടി വീടിന് പുറത്ത് പൂക്കളുമായി എന്നെ കാത്തു നിന്നവർക്ക് വേണ്ടി, രാത്രി പലപ്പോഴും വൈകിട്ടും എനിക്ക് വേണ്ടി വഴിയോരങ്ങളിൽ കാത്തു നിന്നവരോട്, എന്നെ കൈവീശി കാണിച്ചവരോട്, എനിക്ക് ഒരുപാട് സ്നേഹം തന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയുള്ള നിങ്ങൾ ഞാൻ സ്വന്തമായി കരുതുന്ന എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. I take the trust and faith you are placing in me very, very seriously. നിങ്ങൾ എന്നിൽ നൽകുന്ന, എന്നിൽ അർപ്പിച്ച വിശ്വാസത്തെ ഏറ്റവും അധികം ഗൗരവത്തോടു കൂടി ഞാൻ കണക്കിലെടുക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. And I look forward to this journey with you. I look forward to understanding the hopes and dreams of all the young people of the entire Wayanad Lok Sabha constituency and to being able to help them to realize these dreams. ഈ വയനാട്ടിലെ ചെറുപ്പക്കാരിലെ ഈ മുഴുവൻ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ചെറുപ്പക്കാരുടെ പ്രതീക്ഷകൾ എന്താണ്, ആഗ്രഹങ്ങൾ എന്താണ്, അഭിലാഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളോട് ഒരുമിച്ച് മുൻപോട്ട് യാത്ര തുടങ്ങി അവരെ അതിൽ സഹായിക്കുന്നത് ഞാൻ ഉറ്റുനോക്കുകയാണ്. I feel that along with all the problems and issues that exist and we have to try to resolve, we must give a strong push to tourism, to farming and to food processing here. അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വിനോദസഞ്ചാര മേഖലയ്ക്ക്, അതുപോലെ തന്നെ കാർഷിക വൃത്തിക്ക്, അതുപോലെ തന്നെ ഭക്ഷ്യ സംസ്കരണത്തിന് ഒരുപാട് പിന്തുണ നമുക്ക് ആവശ്യം നൽകേണ്ടതുണ്ട് എന്നും ഞാൻ കരുതുന്നു. Due to the immense publicity that the landslide got, tourism has suffered because people across India did not realize that the landslide and enjoy the beauty and be safely and enjoy their holidays over here. വയനാട്ടിൽ ഇവിടെ ഉണ്ടായ മണ്ണിടിച്ചിലിന് വലിയ പ്രചാരം കിട്ടിയത് കാരണം പലപ്പോഴും ഇവിടെ ഇതിന് പുറത്തുള്ള ഇന്ത്യയിലെ മറ്റാളുകൾക്ക് അറിയുന്നില്ല ഇവിടെ മണ്ണിടിച്ചിലും പ്രകൃതി ദുരന്തവും ഉണ്ടായത് ചെറിയൊരു ഭാഗത്ത് മാത്രമാണ്. ബാക്കിയുള്ള പ്രദേശങ്ങൾ, ഇത്ര മനോഹരമായ പ്രദേശങ്ങളിലേക്ക് ആളുകൾക്ക് വരാം, അവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാമെന്ന് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. So I think it's very important for us to make them aware of this and also to promote tourism, especially the homestays, which I know have suffered a lot in the last 4 months. അതുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരോട് ഇവിടെ വരുന്നത് സുരക്ഷിതമാണ്, ഇവിടെ പ്രശ്നമുണ്ടായത് ഒരു ചെറിയ പ്രദേശത്ത് മാത്രമാണെന്ന് അവരെ ബോധവൽക്കരിക്കണം. അതുപോലെ തന്നെ ഹോം സ്റ്റേകളിലേക്ക്, നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഹോം സ്റ്റേകളിലേക്കും ആളുകളെ കൊണ്ടുവരുന്നതിന് നമുക്ക് ശ്രമിക്കണം. And I will try my best to attract people to come here for putting food processing units so that these beautiful spices and crops that you grow
can actually be marketed in the rest of the world. അതുപോലെ തന്നെ ഇവിടെ ഭക്ഷ്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ കഴിയുന്നത്ര ആളുകളെ വയനാട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. കാരണം ഇവിടെ ഉണ്ടാക്കുന്ന വിളകളും ഇവിടെ ഉണ്ടാക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റു വിപണികളിൽ പോയി മെച്ചപ്പെട്ടതാകാൻ നമുക്ക് പരിശ്രമിക്കണം. You know, my sisters, you have a special place in my heart. നിങ്ങൾക്ക് I'm always fighting for us women. നിങ്ങൾക്കറിയാവോ എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. Because I understand the burdens you carry. കാരണം നിങ്ങൾക്കുള്ള ഭാരം എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. So I would really like to meet as many of you as possible. അതുകൊണ്ട് കഴിയുന്നത്ര നിങ്ങളെ നേരിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. And to work together with you to make you stronger and empowered. നിങ്ങളെ കൂടുതൽ ശക്തിയുള്ളവരാക്കുന്നതിന്, കരുത്തുള്ളവരാക്കുന്നതിന് നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. So I want to thank all of you, and especially all my colleagues in the UDF, all the workers of the UDF who have worked so hard for this election. I myself always managed elections, so I understand that these kind of margins and results cannot happen unless there is good, solid work on the ground and without the goodwill of everybody. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കഠിനമായി അധ്വാനം ചെയ്ത ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരോട് നന്ദി പറയുകയാണ്. ഞാൻ ഒരുപാട് കാലം ഇലക്ഷൻ മാനേജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഇത്തരം ഒരു ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ഗ്രൗണ്ട് താഴെത്തട്ടിലുള്ള കഠിനാധ്വാനവും എല്ലാവരുടെയും നല്ല ചിന്തയും ഇല്ലാതെ ഇത്തരം ഒരു ഭൂരിപക്ഷം കിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. So thank you very, very much for everything that you have done for me. No matter how many times I say thank you, it will not express the gratitude I have in my heart. I hope that gratitude, that my work here will be the best expression of my gratitude, and that gratitude will show in the way that I work for you in the next 5 years and hopefully even ahead of that. Thank you very, very much. നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നിങ്ങളോട് എത്ര പ്രാവശ്യം നന്ദി പറഞ്ഞാലും എൻ്റെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള കടപ്പാട് എനിക്ക് പ്രതിഫലിപ്പിക്കാൻ, നിങ്ങളോട് പറയാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ കടപ്പാട് ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ അടുത്ത തുടർന്നും ആ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് നിങ്ങളോട് എത്രമാത്രം കടപ്പാടുണ്ടെന്ന്. And I will see you all very, very soon. Jai Hind. നിങ്ങളെ എല്ലാവരെയും ഞാൻ വളരെ വേഗം വീണ്ടും കാണും. ജയ് ഹിന്ദ്.